നമ്മുടെ സ്പെഷ്യൽ വ്ളോഗേഴ്സ് അബൌട്ട് ജെൻഡർ റിവീൽ. തന്വിയുടെയും യോജിച്ചേട്ടന്റെയും പിന്നെ അതെ തന്വിയുടെയും യോജിച്ചേട്ടന്റെയും വരാൻ പോകുന്ന കുട്ടിയുടെ ജെൻഡർ റിവീൽ അറിയാവുന്ന ഒരു മഹാ ഉത്സവ ആഘോഷ ദിനമാണ് ഇന്ന്. അത്രയൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു ജെൻഡർ റിവീല്. ഞാൻ ടീം ഗേൾ, ടീം ഗേൾ. സാൻഡ്ര നമ്മള് അകത്ത് ആഷ് ആണ് ഇട്ടിട്ടുള്ളതെങ്കിലും അവൾ ടീം ഗേൾ ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അതിന് ഇനി നമ്മൾ ആ ഹാള് പോയി ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ അവരുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെയല്ല, വീട് കാണിച്ചു തന്നെ ഇങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട്, ഇത് ഭയങ്കര കുട്ടി വ്ളോഗായിരിക്കും, അവിടെ ഇവിടെ നോക്കാൻ ഞാൻ പറ്റുന്നത് എടുക്കാൻ ശ്രമിക്കാം. എനിക്ക് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ ഈ ക്ലബ്ബിൽ വെച്ചിട്ടാണ്, ഇതൊരു കുഞ്ഞു ക്ലബ്ബാണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ജെൻഡർ റിവീൽ പാർട്ടി ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഇതുവരെ നമ്മൾ ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഭയങ്കര നല്ല ക്യൂട്ട് ക്ലബ്ബാണ്. അപ്പോൾ ഇതിൻ്റെ വെളിയിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. സമയം ഭയങ്കര ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മളിങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ ഗെയിമിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ കപ്പ് സ്റ്റാക്കിങ് ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു ഫുഡ് കൗണ്ടർ പോലെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഇതാണ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയാനെ പോലെ അടുത്തൊരു ഇതാണ് വരുന്നതെങ്കിൽ ചേട്ടന്റെ പ്രൊഡിക്ഷൻ എന്താണ്? എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് ആഗ്രഹം ഒരു പെങ്കൊച്ചിനെ വേണമെന്നാ. ഒരാണ് ഒരു പെങ്കൊച്ചിന് നൈസായിരിക്കും. സോ ഇനി അങ്ങോട്ടില്ല, അതുകൊണ്ട് ഒരു പെങ്കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ താല്പര്യം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ സമാധാനമുള്ള ഒരു ജീവിതമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പറഞ്ഞില്ല, ഇവൻ പറഞ്ഞില്ല ഒരാള് ഒരു തിരക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ അടി കൊണ്ട് തന്നെ ഊപ്പോടെ അടികൊണ്ട് രണ്ടും കൂടെ രണ്ട് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യും. ഇത്ര ടെൻഷൻ ജെൻഡർ അറിയാനാണോ? അറിഞ്ഞായിരുന്നെങ്കിൽ അടി കുറവ് കിട്ടുമോ കൂടുതൽ? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഇരിക്കാൻ നടക്കുന്നത്. ടെൻഷൻ ഇപ്പോഴേ 9ാം മാസമൊക്കെ അടുക്കുമ്പോ 2 ദിവസമല്ല, കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ സ്കാനിങ്. അത് ശരി, 8ാം തീയതിയാണ് ഇവരുടെ സ്കാനിങ് കഴിഞ്ഞത്. നമ്മൾ ആർക്കാ വെയിറ്റ് ചെയ്യുന്നത്? നമ്മൾ ഇനിയും ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. എത്ര പേര് വിളിച്ചിട്ടുണ്ട്? 30 പേരെ വിളിച്ചിട്ടുണ്ട്. 15 പേര് എത്തിയിട്ടുള്ളൂ. ഇനിയൊരു 15 കൂടെ വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് പേര് വരുന്നുള്ളവർ വരുന്നില്ല. അവർക്ക് ആണോ? Ready, 1 2 3 start. They're almost done, Babu. You won last time. You gotta wait. Don't touch. Come here, honey. Come here. There you go. Mariah got it. Okay. Okay, last round. Come down. Okay. Ready, 1 2 3 go. Come on, Lian. You show them. Lian's almost got it. Keep going, Babu. Oh, ഡയപ്പർ ചേഞ്ചിങ് ഗെയിം ആണ് ഇവിടെ നടക്കുന്നത്. കൊച്ചു ഡ്രസ് ഇട്ട് വീട്ടിൽ പോയി. പെട്ടെന്നാവട്ടെ യോജയുടെ കമോൺ. എങ്ങനെയുണ്ട് അമൽ പിസ്സ? വിശന്നിട്ട് വയ്യാന്നൊക്കെ. എങ്ങനെയുണ്ട് സാൻഡ്ര? ജെൻഡർ റിവീൽ ഒരു 3 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തത്. ആദ്യം ആ ബോക്സ് പൊട്ടിച്ച് ജെൻഡർ അറിയുക എന്നുള്ളതാണ്. അതിൽ അവർക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമത് കേക്ക് കട്ടിങ്, പിന്നെ മൂന്നാമതായിരുന്നു ശരിക്കുള്ള ജെൻഡർ റിവീൽ ബോക്സ് അവർക്ക് കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾ കാണും.
Okay, open it. Is it? But there's more. Okay. Okay. There is a card. Please open the card. Okay. Leon, should we read? No. The open it. Did you find? Keep guessing. Sorry guys. Anosh, നോക്കൂ. ബോയ് ആയിരിക്കോ ഗേൾ ആയിരിക്കോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. അതെ, ഈ ചേട്ടന്മാർക്കാണ് ഭയങ്കര ടെൻഷൻ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കേക്ക് കട്ടിംഗ് ആയിരുന്നു. കേക്ക് കട്ടിങ്ങിലും അവർക്ക് അറിയാൻ പറ്റിയിട്ടില്ല ശരിക്കും ബേബിയുടെ ജെൻഡർ ഏതാന്ന്. അപ്പോൾ നമുക്കിനി നേരെ തേർഡ് റൗണ്ടിലോട്ട് പോവാം. നമ്മൾ ഉടനെ അറിയുന്നതിൽ ഒരു സുഖമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നിങ്ങള് കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് അറിയട്ടെ എന്ന്. No, take a picture. We did, honey. She took a picture of us. She got lots of pictures. Yes. Okay. Finally, we took a picture of the cake. ഫൈനലി ഇതിലാണ് ശരിക്കുള്ള ജെൻഡർ റിവീൽ ഉള്ളത്. This is the real one. Last one. Should I open it? Okay. All right. Yes, you should open it. Leon takes the balloons, Mama. Full of whiskey. Okay, that's good enough, honey. Okay. Okay, ready or not yet? Okay. Okay. That. Okay, that's done, honey. Okay, open the box. Okay, 1, 2, 3, go. Merry Christmas. Okay, ready, guys? Is it blue? Wait, is it blue? No, that's for Leon. That's for Leon. That's for Leon. So there's the other one too. Okay. Okay. Stocking. What's Mama? Wow, can I open it? For me? Yeah, let's see. It's for me. Let's see. Minnie Mouse for me. Oh. I got a Minnie Mouse. I think it's a girl. It's a girl. It's a girl. ഇത് ടീം ഗേളിന്റെ വിജയം. Is it a girl, Leon? Uh-huh. ഹൈ ഗായ്സ്, അപ്പൊ ഞങ്ങൾ പിന്നെയും തിരിച്ചു വന്നു. ഞങ്ങൾ അവിടുത്തെ പരിപാടികളൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. നമ്മളെല്ലാം എൻജോയ് ചെയ്തു. കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ബട്ട് ജയിക്കാൻ പറ്റിയില്ല. കപ്പ് വേറെ ആൾ കൊണ്ടുപോയി. പക്ഷെ നമ്മൾ ഫസ്റ്റ് പ്രൈസിന് നമ്മൾക്ക് പങ്കുപറ്റി. നമ്മൾ അതെ, കൈയിട്ട് വാരി എന്ന് പറയുന്നത് ചോക്ലേറ്റ് കിട്ടിയത് അവനത് കണ്ടുപോലും ഇല്ല. അതിന് എല്ലാരും പേപ്പർ എടുത്തു എന്നുള്ളതാണ്. അമ്പാനെ നീ കണ്ടെന്നുണ്ടെങ്കിൽ നീ കളക്കളി കളിച്ചാണ് കിട്ടിയത്. മാത്രമാണ് താങ്കൾക്ക് കിട്ടിയത്. മിഠായി കിട്ടാനുള്ള യോഗ്യത പുള്ളിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മളെടുത്തു. അവന്റെ നല്ല മനസ്സിന് നമ്മൾ സ്മരിക്കുന്നു. അതെ, അപ്പൊ പിന്നെ ഞാനും സാൻഡ്രയും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ക്രൗഡിന് ഫ്രണ്ടില് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഇവർ രണ്ടുപേരും കിടിലായിട്ട് ചെയ്തു. അതെ, എനിക്ക് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഹാഫ് മിസ് ചെയ്തു. നിങ്ങൾ തൻവിയുടെ വ്ളോഗ് കാണുകയാണെങ്കിൽ അതിൽ എങ്ങനെ വരുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് ഞങ്ങളും അപ്പോഴാണ് കാണാൻ പോകുന്നത്. സോ അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. ഞങ്ങൾക്ക് ഒബ്വിയസ്ലി എപ്പോഴത്തെയും പോലെ ഒരുപാട് വിഷ്വൽസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല. അതെ, നമ്മൾ ആ പരിപാടിക്ക് എപ്പോ പരിപാടി ഓർഗനൈസ് ചെയ്താലും നമ്മളായിരിക്കും അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാര്. അപ്പൊ നമുക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല ശരിക്കും. പിന്നെ ഞങ്ങളൊക്കെ ഭയങ്കര ടയർഡായി, കണ്ടില്ല എന്റെ മേക്കപ്പ് ഒക്കെ പോയി. ഞാൻ പഴയ കോലത്തിലെത്തി. Enjoy this video. So, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ Please do like, share and subscribe. Bye bye.